മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. റിമാൻഡിലായ പ്രധാന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. അടുത്ത ആഴ്ച ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആൻമരിയ സന്നിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, വലിയൊരു സെക്സ് റാക്കറ്റിന്റെ കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത്. അതിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിമാൻഡിലായ പ്രധാന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഇതൊരു വലിയ ശൃംഖല തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആദ്യഘട്ടത്തിലൊക്കെ പ്രതിപട്ടികയിൽ 5 പേര് എന്ന ഘട്ടത്തിലേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയും കൂടുതൽ പ്രതികൾ ഇതിനകത്ത് പിടിയിലാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊരു വലിയ ശൃംഖലയാണ്, അതിലെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ നിലവിൽ പിടികൂടിയിരിക്കുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. കാരണം പ്രതിപട്ടികയിൽ ഇല്ലാത്ത ഒരാൾ, മുഖ്യ സൂത്രധാരൻ ഈ കേസിൽ ബിലാൽ എന്ന് പറയുന്ന ശ്രീകുമാറിനെ പോലീസ് പിടികൂടുന്നു. ഈ ശ്രീകുമാറിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശ്രീകുമാരും സിന്ധുവും തമ്മിലുള്ള, അതായത് കേസിൽ ഒന്നാം പ്രതിയായിട്ടുണ്ടായിരുന്ന സിന്ധുവും ഈ ബിലാലും തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്താണ്, കേസിൽ ഈ ബിലാലിന്റെ പങ്ക് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമായിട്ടുണ്ടായിരുന്നതുമാണ്. കേസിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഈ ബിലാലിനെ ഇന്നലെയാണ് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 3 പ്രതികളും നിലവിൽ ഇപ്പോൾ എന്തായാലും റിമാൻഡിലാണ്. ആകെ ഈ കേസിൽ പിടികൂടിയിരിക്കുന്നത് 4 പേരാണ്. അതായത് ബിലാല്, സിന്ധു, മഞ്ജിമ, അലീന, ഇങ്ങനെ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇനിയും 2 പേർ കൂടി പിടിയിലാകാൻ വേണ്ടിയിട്ടുണ്ട്. അവർ വിദേശത്തെന്നാണ് ലഭ്യമാകുന്ന വിവരം. അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ പിടിയിലായിരിക്കുന്ന 4 പേരെ, അതായത് റിമാൻഡിൽ കഴിയുന്ന 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ നീക്കം. അടുത്ത ആഴ്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഇനിയും പിടിയിലാക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ ഈ ബിലാലിനെ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുന്നു. ബിലാലിന്റെ പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും ഉണ്ട്. പോലീസ് അത്തരം കാര്യങ്ങളൊന്നും തള്ളിക്കളയുന്നുമില്ല. എന്തായാലും കേസ് അത് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വലിയൊരു ശൃംഖല തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കേസിൽ ഈ കഴിഞ്ഞ റിമാൻഡിലായിരിക്കുന്നവരുടെ എല്ലാം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പരാതിക്കാർ ഈ കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭീഷണിയെ ഭയം മൂലം ഈ പരാതിക്കാരൊന്നും പരാതി നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. എന്നിരുന്നാൽ പോലും കൂടുതൽ തെളിവുകൾ പ്രതികൾക്കെതിരെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേസിലെ നിർണായകം എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അടുത്ത ആഴ്ചയോട് കൂടി കസ്റ്റഡി അപേക്ഷ നൽകും. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് കേസ് കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.